ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 3 ദിവസം ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. 3 ദിവസം ഇടവേള എന്താ വിട്ടുവെച്ചാൽ നിങ്ങൾ പറയുന്ന കമൻറ്റ് കാരണം കൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഇടാതിരുന്നതല്ല. എനിക്കൊക്കെ കുറച്ച് ദിവസമായിട്ട് ഒരു 3-4 ദിവസമായി ഞാനും കുറച്ച് വെയ്യാണ്ട് കിടക്കുമായിരുന്നു. അത് കാരണം കൊണ്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തളർത്താൻ ശ്രമിച്ചവർ തളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ. ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് ഇടും. നമ്മൾ ഒരു പോസിറ്റീവും ഒരു എന്താ പറയുക, ഒരു ജോലിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിലൊരു പോസിറ്റീവും ഉണ്ടാവും, ഒരു നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടും ഉൾക്കൊള്ളണം. പോസിറ്റീവ് ഭാഗത്ത് നിൽക്കണം, നെഗറ്റീവ് ഭാഗത്ത് നിൽക്കണം. ചിലപ്പോൾ നമ്മളതിൽ നിന്നും ചെറിയ തെറ്റുകളൊക്കെ വരുന്നുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാനായിട്ടായിരിക്കും. ചിലർക്ക് അത് വലിയതായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളടുത്ത് വരുന്ന തെറ്റാണെങ്കിൽ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഒരു ക്ഷമ പറിച്ചോ മാപ്പ് പറിച്ചിലോ വേണ്ടിയിട്ട് വന്നോന്നല്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കും കുറച്ച് കഷ്ടമൊക്കെ തന്നെയാണ്. ഇവിടുന്ന് പോകണമെങ്കിലും കഷ്ടമാണ്. പിന്നെ കുട്ടികളെ നമ്മൾ പഴയമാതിരി വിട്ടിട്ട് പോകണം. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉമ്മക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി ഉപ്പാൻ്റെ ഒരു അപ്ഡേഷൻ ഇട്ടാലും അപ്പോൾ ആൾക്കാർ പറയും അവർ രണ്ടുപേരും വന്നു, എന്തു പറയും, അവർ രണ്ടുപേരും വന്നു, അവർ ടൂറിന് വന്നിക്കുകയാണ്, ഉപ്പാനെ വിറ്റ് കാശുണ്ടാക്കുകയാണ്. ഇതൊക്കെയാ പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു കഷ്ടം. കാരണം നമ്മൾ അപ്ഡേഷനാണ്. ഇപ്പോൾ നൗഫൽ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളത്തെ ഇതൊന്നും അവനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉമ്മാനോട് വിളിച്ചപ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഒരാൾ പാസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിലെത്തിപ്പെട്ട പ്രശ്നമല്ല, പുറത്തുനിന്ന് പോയി വരുമ്പോൾ പാസ് കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. ആ പോലീസുകാരന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉമ്മയുടെ. അപ്പോൾ എന്തായാലും വരി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉമ്മ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വേണ്ടതായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം തിരുമ്പാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് അത്ര അവിടെ ആവശ്യമായിട്ട് വേണം പറഞ്ഞു. അപ്പോൾ ഒരു ബെഡ്ഷീറ്റും വാങ്ങിക്കൊടുക്കണം. പിന്നെ ഉപ്പാക്ക് അറിയാമല്ലോ മിനിറ്റിന് ചായ വേണം. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തുള്ള ഫ്ലാസ്ക് ഞങ്ങൾ കഴിഞ്ഞതിൽ പറയാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഫ്ലാസ്കിൻ്റെ നിലവാരം അറിയില്ല. ചായ വാങ്ങാൻ പോകുമ്പോൾ എപ്പിടി ഇരുന്നിച്ച് ചായ കൊടുന്ന് വെച്ച ഉടനെ തന്നെ ആറുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ആസ്പത്രിയിൽ നിന്ന് പോയി വാങ്ങാനും പറ്റില്ല, അമ്മാനെയും കൊണ്ട് വാങ്ങാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫ്ലാസ്ക് വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പോയപ്പോൾ തന്നെ അന്നനെ ഞങ്ങൾ വിചാരിച്ചാണെങ്കിൽ എന്തായാലും ഒരു പോക്ക് ഇല്ലാതിരിക്കട്ടെ വിചാരിച്ചു. പക്ഷെ വീണ്ടും നമുക്ക് ആസ്പത്രിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഫ്ലാസ്ക് വാങ്ങിക്കൊടുക്കണം. പിന്നെ ഉപ്പാക്ക് ഇപ്പോൾ എന്താ പറയുക, മൂക്കിൽ ട്യൂബ് ഇട്ട കാരണം കൊണ്ട് ഇതൊക്കെ ആയത് കാരണം കൊണ്ട് ബെഡിൽ തന്നെ ഇപ്പോൾ എല്ലാതും പോയി കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ. എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ. അപ്പോൾ ഒരു 2 ബനിയനും 2 ട്രൗസറൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടുന്ന് പോകുമ്പോൾ ഇവിടെ കുറച്ച് എന്തായാലും വാങ്ങിക്കൊടുക്കുക എന്നിട്ട് ഉമ്മ അങ്ങോട്ട് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയും, ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയം അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മദ്രസയ്ക്ക് വിട്ട സമയമാണ്. ആ സമയത്ത് വേഗം പോയി വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞങ്ങൾക്ക് ഒന്ന് പറയാനേ ഉള്ളൂ. കുറച്ച് ദിവസം ഞങ്ങൾക്ക് മാക്സിമം കഴിയുന്നത് ഞങ്ങളവിടെ നോക്കും. കാരണം കുട്ടികൾ ഇവിടെ ഉണ്ട്, അതും ഞങ്ങൾക്ക് നോക്കണം. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുമ്പോൾ കുറച്ച് കുത്തി നോക്കാത്ത വിധത്തിൽ കമൻ്റ് ഇടട്ടുള്ളൂ. നമുക്കൊരു മനസ്സുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് പ്രതികരിക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. കടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, साइज पता है ना साइज से लाइट कलर डार्क कलर നമ്മുടെ ഉപ്പാക്കുള്ള പാൻറ്റും ട്രൗസറും ബനിയനും വാങ്ങിയിട്ടുണ്ട്. അമ്മ ചോദിച്ച ഫ്ലാസ്ക് കാണാൻ വേണ്ടിയിട്ട് പോകാം. അധികം കൂടുതൽ വാങ്ങിക്കുന്നത് ഏതോ 2 ഫ്ലാസ്ക് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല കമ്പനി കുഴപ്പമില്ലാത്തത് എന്തായാലും ഇവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഗണേഷ് அதுவும் கழட்டிக்கலாம். கழட்டி தான் உள்ள ஊற்றணும். அது கழட்டிட்டு உள்ள ஊற்றலாம்.
வெளியே எடுக்கணும்னா நீங்கள் வந்து அது அப்படியே மூடி மட்டும் ரெட்டு கலர் ஹீட் எப்படி நிற்கிறானா? எத்தனை மணி நேரம் நிற்கணும்? ஸோ உங்களுக்கு டீ வச்சிங்கன்னா ஒரு 3 to 4 மணி நேரத்துக்கு அதுக்கப்புறம் டீ கெட்டு போயிடும் ஆட்டோமேட்டிக். இல்லை அவ்வளோ நேரம் வச்சுக்க போகிறது இல்லை. சுடு தண்ணினா 24 hours. இல்லை இது போடாமல் வச்சுட்டீங்கன்னா ஓகே. கீழே போட்டால் தான் ப்ராப்ளம். கீழே போட்டால் ப்ராப்ளம் தான், நிற்காது, ஹீட் நிற்காது. இது போதும் சைஸு. ம் இதுக்கு மேலே நேராக வச்சு மூடு. இதுக்கு மேலே இதில் ஊற்றி குடிக்க முடியாது. இது இப்படியே தூக்கணும் ஊற்றிக்கலாம். இது வந்து துறை மூடி துறை தேவையில்லை, சூடாக இருந்தாலும் இப்படி ஊற்றிக்கலாம். അപ്പോൾ നമ്മൾ അങ്ങനെ കടക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് തിരക്കായതായിരുന്നു കൊണ്ട് എനിക്ക് ശരിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ബനിയൻ വാങ്ങുന്നതൊക്കെ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ ശരിക്കും അവിടെ എടുത്തിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ വാങ്ങിയത് നമ്മൾ വലുതായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അമ്മക്ക് ഏറ്റവും അവിടെ അത്യാവശ്യമായിട്ടുള്ള സാധനം ഈ ഒരു സാധനമാണ്. ഇപ്പാക്ക് മിനിറ്റിന് ചായ വേണം. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുന്നു. ഇപ്പോൾ 2 ഫ്ലാസ്ക് ഉണ്ട് പറഞ്ഞാൽ ഒന്നിൽ മാറ്റി കള. ഇതുപോലെ പാലിമള്ളമാണെങ്കിലും കൂടെ നമുക്ക് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാങ്ങാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊരു ആവശ്യമാണ്. ചെറിയ കുട്ടികളിലായാലും ശരി, അസുഖമുള്ളവരുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു ഫ്ലാസ്ക് വേണം. ഞാനിവിടെ ആദ്യം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. പനിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ചൂടുള്ള വെള്ളം ആക്കി അത് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആവാനായി. ആ കടയിൽ നിന്ന് ഞങ്ങൾ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്തത്. 10 നിമിഷം കഷ്ടപ്പെട്ട് എഴുതണം. ഹാൻഡ് റൈറ്റിംഗ് സൂപ്പറാ இருக்குப்பா. ഇത് எப்படி படிக்கிறது? நல்லா தான் எழுதிருக்கான். பேர்ட்ஸ் തോന്നുന്നുണ്ടല്ലേ? பேர்ட்ஸா? அவன் ஜாயின் லெட்டர்ல മാത്സ് നെ പോയി മാർക്കറ്റ്. മാത്സ്. சரி அங்க போய் உட்கார்ந்து எழுது பாப்பா. ഇൻട്രസ്റ്റ് എഴുതാണ് മിസ്സിൽ പഠിக்கிற ഇൻട്രസ്ட்ல இருக்க മിയാസ്. പക്ഷെ അത് എനിക്ക് എന്താന്ന് വായിക്കാൻ അറിയുന്നില്ല. എൽഡേഴ്സോ എന്നൊക്കെ എഴുതിച്ചില്. അപ്പൊ നമ്മള് വാങ്ങി വെച്ചത് ഇതൊന്ന്. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള 2 ടീഷർട്ടാണ് വാങ്ങിക്കുന്നത്. കറപ്പട്ട தெரியாத மாதிரி അങ്ങനത്തെയൊക്കെയാണ് അത് ഇടാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കുന്നത്. പിന്നെ 2 ട്രൗസർ. സൈസ് 10 தானே? இதுக்கு எங்க ஆள் இருக்கு முதல்ல அது சொல்லு. ഇതിടാനേ ആളില്ല. ഇത് കണ്ടോ, ഇത് ഏകദേശം ഇത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ 2 ബെഡ്ഷീറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ബെഡ്ഷീറ്റിനൊക്കെ അധികം കുറച്ച് റേറ്റ് കുറവാണ്. അതുകൊണ്ട് നല്ല 2 വെളുപ്പ് ബെഡ്ഷീറ്റ്. ഇത് നമുക്കല്ല കേട്ടോ. അമ്മ എന്താ പറയുന്നത്, 2 വാങ്ങിയിട്ട് 2 പുതിയത് എടുത്തിട്ട് വരി. വേണമെങ്കിൽ അങ്ങക്കും അവിടെ ഇരിക്കാനോ അല്ല കുറച്ച് നേരം അവിടെ കിടക്കണൊക്കെ വേണമെങ്കിൽ പുതപ്പുണ്ടെങ്കിൽ ആവാലോ. മറ്റേതൊക്കെ തിരുമ്പാനൊക്കെ ആണെന്ന് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും 2 ചോദിച്ചിട്ടുണ്ട്. 2 ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ വേറെ എടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് എടുക്കില്ല. അവിടെ പിന്നെ പായൊക്കെ ഉണ്ടാവും. നമ്മളെ തൃശ്ശൂരത്തെ പായ ഉണ്ടാവും. ഞാൻ ചിത്തപ്പാക്ക് ചിത്തപ്പാക്ക്. അപ്പോൾ ഇതാ അമ്മ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സാധാരണ നാട്ടിൽ പോകണമെങ്കിൽ ഞാൻ അവിടുന്ന് കുറേ കയറ്റി വലിച്ചിട്ടൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അതാണ്, ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ്. അതുമല്ല നമുക്ക് ട്രെയിൻ എപ്പോഴാണ് ചോദിച്ചാൽ നമുക്ക് അൺടൈമിലാണ് ട്രെയിൻ ഉള്ളത്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ അവിടെ വീട്ടിൽ കൊണ്ടാക്കണം. അവരുടെ ബാഗ് യൂണിഫോം മുതലും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അവർ ആദ്യം ചോറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കണം. കാരണം നാളെ സ്കൂളുണ്ട്. അപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ തന്നെ അവർ നേരത്തെ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എത്ര മണി ട്രെയിനാ പോണേ? 1 മണിട്ടേനാ 12 12 പോണ. എപ്പോൾ പോയിരും? 8 മണി ആവും. 1 മണിക്ക് പോണ 12:50 அப்படிதான் ട്രെയിനിൻ്റെ ഇടം இருக்குமா? இருக்குங்க. കീഴെ പായ്പോട്ട് പടുത്തുള്ള. അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ അർജൻറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാനൊന്നും ചാൻസ് കിട്ടില്ല. രാത്രി ആകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഉറക്കം ഒഴിച്ചിട്ടൊക്കെ പോകാൻ. ഏകദേശം ഞങ്ങൾക്ക് ഇവിടുന്ന് സേലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് എത്ര മണിക്കൂർ? 7:30? 7:30. ഏകദേശം ഒരു 8 കണക്കാക്കാം. കാരണം നടുവിൽ വരെ ഡിലേ ആവുക അങ്ങനെയൊക്കെ ആയ പ്രശ്നങ്ങൾ വരുമ്പോൾ 8 ആവും. പക്ഷെ നമ്മൾ രാത്രി പോകുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. 11:45 ഉറങ്ങിയിട്ടാ പോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൂരം അറിയില്ല. റിട്ടേൺ ചിലപ്പോൾ അങ്ങനെ തന്നെ വരേണ്ടി വരും. റിട്ടേൺ നമ്മൾ എന്താണെന്നൊന്നും പറയാം. അവിടെ പോയിട്ട് അടുത്ത സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. പക്ഷെ എപ്പോഴും ഞാൻ പറയാണ്, എല്ലാവരും ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. കാരണം കമൻറ്റ് ഇടുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇടാൻ. ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഞങ്ങൾ പോകണമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഉമ്മ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയാം, എനിക്ക് അവിടേക്ക് ഓടാൻ വയ്യ, എനിക്ക് ഇവിടേക്ക് ഓടാൻ വയ്യ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കോ എന്താ പറയുക, ഇവർ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ദൂരത്താണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതും കൂടി നമുക്ക് നോക്കിയിട്ട്
എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ കുട്ടികളെ എനിക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് തന്നെയല്ല. അപ്പം എത്ര നമ്മൾ ആരൊക്കെ എന്താ പറയുക, എത്ര ആൾക്കാർ നോക്കാണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ഇവിടെയെന്ന് പറഞ്ഞ മാതിരിയാണ്. എന്നാലും കുട്ടികൾക്ക് ഞാൻ ആക്കിയിട്ട് പോവുകയാണ്. എൻ്റെ സാഹചര്യം ഈ കമൻറ്റ് ഇടുന്നവർ അതും കൂടി ഒന്ന് ആലോചിച്ചോളി. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ പറയാം, നമ്മൾ ഇഷ്ടമുള്ളവർ പറയാം. ആ സാഹചര്യം അതാണ്. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഒരു ദൂരത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതേമാതിരി പെട്ടെന്ന് ഒരു അർജൻറ്റ് കേസ് ആസ്പത്രിയിൽ പോയി നിൽക്കണം, കുട്ടികളും ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കേൾക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനനുസരിച്ച് കുറച്ച് സമയം എടുത്തിട്ട് വേണം പോകാൻ പറ്റണം. കുട്ടികളുടെ കാര്യം നേരാക്കണം. വീട്ടിലിപ്പോൾ 2 പൂച്ചക്കുട്ടികളുണ്ട്, മീനുണ്ട്, അവർക്കുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി രാത്രിയാണ് ഞങ്ങൾക്ക് ട്രെയിന്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വീടൊക്കെ ഒന്ന് കറക്റ്റ് നീറ്റായി വെച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഒരു 15 യൂണിഫോം മുതൽക്ക് ഉണങ്ങാൻ കിടക്കുന്നുണ്ട്. ഒക്കെ ശരിയാക്കി നമ്മൾ രാത്രി 12:30 ട്രെയിൻ ഞങ്ങൾ എന്തായാലും കോഴിക്കോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഉപ്പാൻ്റെ അപ്ഡേഷൻ എന്താണ്, ഞങ്ങൾ ഏകദേശം പോയിട്ട് എത്ര ദിവസമായിട്ടുണ്ടോ? 1 മാസം ആവാനായിട്ടില്ലല്ലോ. ഞങ്ങൾ പോയിട്ട് ഏകദേശം 1 മാസം ആവാനായിട്ടില്ല. അപ്പം തന്നെ ആളുടെ അപ്പം കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളെ കണ്ടപ്പോൾ എണീറ്റിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നാളെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി എണീറ്റിരിക്കുമോ, പഴയ ഉഷാറ് വരുമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും പോയി കാണുക തന്നെ വേണം.